നമസ്കാരം. സ്പോർട്സ് ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വലിയൊരു ദുരന്തത്തിന് മുന്നിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം. വലിയ ആവേശമായി മാറേണ്ടിയിരുന്ന ഒരു ആഘോഷം 11 മനുഷ്യരുടെ ജീവനെടുത്ത കണ്ണീരിന് മുന്നിലാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചത്. ബംഗളൂരുവിൽ നമുക്ക് നഷ്ടമായത് 11 ആരാധകരുടെ ജീവനാണ്. നമ്മോടൊപ്പം ഇപ്പോൾ ന്യൂസ് മലയാളം ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ ശ്രീജിത്ത് ബാലകൃഷ്ണൻ കൂടി ചേരുകയാണ്. ശ്രീജിത്ത്, വലിയ ആവേശം, നമ്മൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ, വിക്ടറി പരേഡൊക്കെ പല ഫുട്ബോൾ ലോകത്താകട്ടെ അത് സ്ഥിരമാണ്, ക്രിക്കറ്റിലാകട്ടെ ഇന്ത്യയുടെയൊക്കെ ലോകകപ്പ് വിജയത്തിന് ശേഷമൊക്കെ ഇത് കണ്ടതാണ്. പക്ഷേ ബംഗളൂരുവിൽ അത് കൃത്യമായി നടപ്പാക്കാൻ ആർക്കും സാധിച്ചില്ല. ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നതാണ് ചോദ്യം. തീർച്ചയായും. അതായത് നമുക്കറിയാം, ബംഗളൂരു നഗരം ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ തിരക്കേറിയ ട്രാഫിക് ബ്ലോക്കുള്ള ഒരു പ്രധാനപ്പെട്ട വലിയ സ്ഥലങ്ങളിലൊന്നാണ് ബംഗളൂരു മെട്രോ നഗരമാണ്. അവിടെ ഇന്നിപ്പോൾ മന്ത്രി പറഞ്ഞിട്ടുള്ളത് 8 ലക്ഷം ആളുകളെങ്കിലും വന്നിട്ടുണ്ടാകുമെന്നാണ്. 8 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. 2 ലക്ഷമാണ് ഇന്നലത്തെ കണക്ക്. 8 ലക്ഷമാണെങ്കിൽ സ്വാഭാവികമായും തന്നെ ബംഗളൂരു നഗരത്തിന് ശ്വാസം വിടാൻ പറ്റാത്ത രൂപത്തിലുള്ള ട്രാഫിക് ബ്ലോക്കും തിരക്കുകളും ഉള്ളതാണ്. ലോകപ്രസിദ്ധമാണത്. ഇലക്ട്രോണിക് സിറ്റിയൊക്കെ മണിക്കൂറുകളോളം ബ്ലോക്ക് ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. അവിടേക്കാണ് ഈ 8 ലക്ഷം ആളുകൾ വരുന്നത്. അതിനെ ഒന്ന് നിയന്ത്രിക്കാൻ സർക്കാർ, പോലീസ്, മറ്റ് സംവിധാനങ്ങളൊന്നും തയ്യാറായിട്ടില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അക്കാര്യത്തിൽ വേറെ തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ്. പക്ഷേ അത് കഴിഞ്ഞ ദിവസം, അതായത് ഈ വിജയം ആഘോഷിച്ച ചൊവ്വാഴ്ച രാത്രി മുതൽ തന്നെ ബംഗളൂരു നഗരം, ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളോടും വിളിച്ചു ചോദിച്ചിരുന്നു. അപ്പോൾ അവരെല്ലാം പറഞ്ഞത് രാത്രി 11:30 മണി മുതൽ ബംഗളൂരു നഗരം പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ്. ഇതറിയാവുന്ന സർക്കാർ, ഇതറിയാവുന്ന പോലീസാണ് ആദ്യം പറഞ്ഞത്. നമുക്കറിയാം, നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഏതാണ്ട് 11 രാവിലെ ഈ വിക്ടറി പരേഡ് വേണ്ട എന്ന് തീരുമാനിക്കുന്നു. അവസാന നിമിഷമാണ് DK ശിവകുമാർ വന്ന് പറയുന്നു വിക്ടറി പരേഡ് നടത്താമെന്ന് പറയുന്നു. ഇതിന് മുന്നേ തന്നെ ഏതാണ്ട് RCB, അതായത് ആരാണ് ഉത്തരവാദി എന്ന ചോദ്യത്തിന് സർക്കാർ ഉത്തരവാദിയാണ്, പോലീസ് ഉത്തരവാദിയാണ്. അത് മാത്രമല്ല, ഒരു ടീം മാനേജ്മെൻറ്റ് എന്ന നിലയിൽ, അല്ലെങ്കിൽ ആരാധകരെ ഒന്ന് ശമിപ്പിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി തിരക്ക് പിടിച്ച് ഇങ്ങോട്ട് വരരുത് എന്ന് പറയേണ്ട ഒരു ബാധ്യത ടീം മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അവർ ചെയ്തത് നിങ്ങൾ വിക്ടറി പരേഡിന് വരണം എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റർ പുറത്തു വിടുകയാണ് ചെയ്തത് സോഷ്യൽ മീഡിയയിലൂടെ. അങ്ങനെ സ്വാഭാവികമായും ആൾക്കൂട്ടം വലിയ ആവേശഭരിതരാകുന്നു. ശ്രീജിത്ത്, സാധാരണഗതിയിൽ മത്സരം നടക്കുന്നതാണ്. മത്സരം നടക്കുമ്പോൾ ഇത്തരത്തിൽ ആരാധകർ വരുന്നതാണ്, പോകുന്നതാണ്. നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാമായിരുന്നു, നേരത്തെ തന്നെ കൂടുതൽ പോലീസിനെ എത്തിക്കാമായിരുന്നു. സർക്കാരിന് ഇതിൽ കൃത്യമായി മറുപടി നൽകേണ്ട അവസ്ഥ എന്തായാലും സർക്കാരിന് മുന്നിലുണ്ട്. കാരണം അവർക്കൊരു മാപ്പപേക്ഷയിലൊന്നും ഇത് ഒതുക്കാനാവില്ല. ഇന്ന് മന്ത്രി കരയുക ചെയ്തത്, DK ശിവകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ കരയുക ചെയ്തത്. ഞാൻ പറയുന്നത് കരയുകയല്ല ഒരു സർക്കാർ സംവിധാനം ചെയ്യേണ്ടിയിരുന്നത്. ഈ മുന്നൊരുക്കം എന്തുകൊണ്ട് നേരത്തെ നടത്തില്ല? അപ്പോൾ രുചിഷനെ പറഞ്ഞ പോലെ ജയിച്ചാൽ ഉറപ്പായും വിക്ടറി പരേഡ് നടത്തും. കാരണം 18 വർഷത്തെ കാത്തിരിപ്പാണ്. ഈ 18 വർഷത്തെ കാത്തിരിപ്പ് ആവേശമായി അണപൊട്ടി ഒഴുകും. അത് മാത്രമല്ല, ഇത്രയും താരങ്ങളെ കാണാൻ സൗജന്യമായ അവസരം ഒരുങ്ങുമ്പോൾ എല്ലാവരും ഓടിയെത്തും. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, മരിച്ചവരെല്ലാവരും 40 വയസ്സിന് താഴെയുള്ളവരാണ്, കുട്ടികളാണ്, ചെറുപ്പക്കാരാണ്, ഈ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നവരാണ്. അവർ ആവേശമാണ്. അവരാദ്യമായി ഇത്രയും വലിയൊരു വിക്ടറി പരേഡ് ബംഗളൂരിൽ നടക്കണം. ബംഗളൂരിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു വിക്ടറി പരേഡ് ഉണ്ടായിട്ടില്ല. മുംബൈ വാങ്കഡയിലാണ് നമ്മൾ അവസാനമായി വലിയ വിക്ടറി പരേഡ് കണ്ടത്. പക്ഷേ ബംഗളൂരിൽ ആദ്യമായി ഇത്രയും വലിയ പരിപാടി നടക്കുമ്പോൾ സ്വാഭാവികമായും ചെറുപ്പക്കാരായ ആരാധകർ മുഴുവൻ ഒഴുകിയെത്തും. അതിൽ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകൾ ഒഴുകിയെത്തുന്നതിനെ നിയന്ത്രിക്കാൻ സർക്കാർ ഒരു മുന്നൊരുക്കം നടത്തിയിട്ടില്ല. ഒരു സർക്കാരും ഒരു വിഷയത്തെയും വികാരത്തിന് വിട്ടുകൊടുക്കരുത്. തീർച്ചയായും ആളുകൾ ഇത് മുതലെടുക്കുന്നുണ്ട്. കാരണം രാഷ്ട്രീയപരമായി മുതലെടുക്കുന്ന ചോദ്യങ്ങളുണ്ട്. കാരണം ഇത് കോൺഗ്രസ് സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് ഒരു വിഭാഗം പറയും. ഇത് മാനേജ്മെൻ്റ് ആണ് ചെയ്യുന്നത് എന്ന് കോൺഗ്രസ് സർക്കാർ പറയും. കാരണം RCB മാനേജ്മെൻറ്റിനാണെങ്കിൽ അത് സർക്കാർ, പോലീസ് ആയിരുന്നല്ലോ ഇത് ചെയ്യേണ്ടതെന്ന് അവർ പറയും. ആരും ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. പക്ഷേ അതേസമയം ചില മുതലെടുപ്പുകൾ പറയുന്നത്, കാരണം വിരാട് കോഹ്ലിയാണ് ഇതിൻ്റെ ഉത്തരവാദി. ഒറ്റ വാക്ക് വിരാട് കോഹ്ലിക്ക് മുകളിൽ വയ്ക്കുക, അതുപോലെ ഒരു വലിയ സൈബർ അറ്റാക്ക്, അത് സാമൂഹ്യ മാധ്യമങ്ങൾ നമ്മൾ കാണുകയാണ്. അത് വിരാട് കോഹ്ലി ആകട്ടെ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അനുഷ്ക ശർമ്മയാകട്ടെ, ഇവരൊക്കെ ഉത്തരം പറയേണ്ടി വരും. കാരണം 11 പേരുടെ മരണത്തിനെന്ന അവസ്ഥയിലേക്കാണ്. അത് ഈ സൈബർ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഈ സർക്കാരിനെതിരെ, കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ വലിയ വികാരം ഒരു ഭാഗത്തു നിന്നുണ്ടാകും. അല്ലെങ്കിൽ സർക്കാരാണ് ഉത്തരവാദി എന്ന രൂപത്തിലെ കാര്യങ്ങൾ ഇന്ന് ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട്. സർക്കാർ ഇക്കാര്യത്തിൽ നിർബന്ധമായി മറുപടി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വികാരത്തെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാനാണ്. സൈബർ ലോകത്ത് എല്ലാവരും ഉണ്ട്. അതിനകത്ത് കോൺഗ്രസും ഉണ്ട്, BJP ഉണ്ട്, രാഷ്ട്രീയക്കാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ആ വികാരത്തെ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലേക്ക് കൊണ്ടുപോകാനാണ് സ്വാഭാവികമായും ഈ വിരാട് കോഹ്ലിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വിരാട് കോഹ്ലി ഇതിനകത്ത് ഒന്നും അറിയില്ല. പക്ഷേ ആഘോഷത്തിൽ പങ്കെടുത്തു എന്നുള്ളത് ഒരു തെറ്റായിട്ടൊന്നും കാണാൻ കഴിയില്ല. കാരണം താരങ്ങളാണ്, അവർ അകത്ത് നിൽക്കുകയാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടോ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ ഇത് അറിഞ്ഞു വെച്ചിരുന്ന ആളുകൾ സർക്കാരാണ്, പോലീസാണ്, മറ്റ് സംവിധാനങ്ങളാണ്, അല്ലെങ്കിൽ ടീം മാനേജ്മെൻറ്റ് പോലുള്ള ആ തരത്തിലുള്ള സംവിധാനമാണ്. പക്ഷേ താരങ്ങളെ സംബന്ധിച്ച് ഇവർ ഇതൊന്നും അറിയുന്നില്ല. ഇവർ ആഘോഷത്തിനൊപ്പം നിൽക്കുന്നു. പക്ഷേ ആ അറിഞ്ഞപ്പോൾ തന്നെ അവർ പോകാൻ തയ്യാറായി. അത് വേറൊരു വിഷയം. പക്ഷേ ഇത് അറിഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ വിഷയം. ഇത് ഈ വിരാട് കോഹ്ലിയിലേക്കും ഒക്കെ പോകുന്നത് സൈബർ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, പുതിയ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. വിരാട് കോഹ്ലിയെ 10 ചീത്ത പറഞ്ഞാൽ സ്വാഭാവികമായും ഞാൻ പോസ്റ്റ് ഇട്ടാലും അത് വൈറലാകും. അതുകൊണ്ട് അത് വിരാട് കോഹ്ലി ഉണ്ട്. അതിനൊപ്പം വിരാട് കോഹ്ലി മാത്രമല്ല, മറ്റൊരു താരത്തെ പോലെ അല്ല വിരാട് കോഹ്ലി, അപ്പുറത്ത് അനുഷ്ക ശർമ്മ കൂടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അത് വൈറലാകും, വലിയ ചർച്ചയാകും. ഈ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഉത്തരവാദിത്വം ഈ താരങ്ങളുടെ തലയിലേക്കാണ് കൊണ്ടുപോകുന്നത്. നല്ല
രീതിയിൽ ആഘോഷിക്കപ്പെടേണ്ടത്. നമുക്ക് അർജന്റീനയിലെ വിജയാഘോഷമൊക്കെ പല തരത്തിൽ ആളുകൾ ഇത്രയും മനുഷ്യർ ഒത്തുകൂടുമോ എന്ന തരത്തിൽ അവസാനം നമ്മൾ കാണുന്നു. അത് ഫ്രാൻസിൽ PSG കിരീടം നേടുമ്പോൾ കാണുന്ന ആഘോഷം കാണുന്നു. അത്തരത്തിൽ ഒരു തരത്തിൽ ലോകം മുഴുവൻ കായിക പ്രേമികൾ വളരെ നല്ല രീതിയിൽ നോക്കിക്കാണേണ്ട ഒരു ആഘോഷമായിരുന്നു. കാരണം നമുക്ക് വിധാനസൗധയുടെ മുന്നിലൊക്കെ വന്ന് നമ്മുടെ വാങ്കടയിൽ വലിയ ഉദാഹരണമല്ലേ? തീർച്ചയായും ജുഹു ബീച്ചിലൂടെ ആ വണ്ടി പോകുന്നു, ആളുകൾ കാണാൻ അവസരം ഉണ്ടാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബംഗളൂരു നഗരത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാതെ സർക്കാർ വികാരത്തിന് വിട്ടുകൊടുത്താണ് ഇതിന്റെ പ്രശ്നം. ബംഗളൂരു നഗരം ഒരുപക്ഷെ ഒരു 10-ാം തീയതിക്കോ അല്ലെങ്കിൽ അടുത്ത ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ച് വിക്ടറി പരേഡ് മാറ്റിവെച്ചാൽ പോലും വളരെ ഭംഗിയായി നടത്താൻ അപ്പോൾ ആവേശം ഒന്ന് കുറയുകയും ചെയ്യും. ഒരു 10% ആളുകളെങ്കിലും കുറയും സ്വാഭാവികമായിട്ടും. ഈ തലേ ദിവസത്തെ വിജയം പിറ്റേ ദിവസം ആഘോഷിക്കുമ്പോഴാണല്ലോ പെട്ടെന്ന് വികാരം ഉണ്ടാകുന്നത്. ദീപാവലി ആയിരുന്നു ബംഗളൂരുവിൽ ഉണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് ഈ മനുഷ്യരുടെ ജീവൻ നഷ്ടമായ സമയത്തും ആഘോഷം നടത്തിയ മാനേജ്മെന്റിനെതിരെയും വിമർശനമുണ്ട്. തീർച്ചയായും അത് വിമർശിക്കപ്പെടേണ്ടതാണ്. ഒരു ഭാഗത്ത് മനുഷ്യർ മരിച്ചു വീഴുന്നുണ്ട്, ആ കാര്യം അറിയുന്നുണ്ട്, പക്ഷെ അപ്പോഴും സ്റ്റേഡിയത്തിനുള്ളിൽ അതൊരിക്കലും നമുക്ക് ഈ സ്പോർട്സ് മാത്രമല്ല ഏത് കാര്യത്തിലും നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. 11 ജീവൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവനായാൽ പോലും ആ 11 ജീവനോടെ പൊലിയുമ്പോൾ ഈ ആളുകളെ ചവിട്ടി മെതിച്ചുകൊണ്ട് ആൾക്കൂട്ടം കടന്നു പോകുമ്പോൾ മറുവശത്ത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വലിയ തൃശ്ശൂർ പൂരത്തേക്കാൾ വലിയ പടക്കം പൊട്ടിച്ച ആഘോഷമാണ്. അത് പടക്കം എന്നല്ല പറയേണ്ടത്, വലിയ ആഘോഷമാണ്. അതൊരു ഒരു കാരണവശാലും നീതീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അവിടെ അതേസമയം ഈ മന്ത്രിമാരെല്ലാവരും കർണാടക സർക്കാരിലെ മന്ത്രിമാരിൽ 2-3 പേരുണ്ടായിരുന്നു. ഞാൻ പേരെടുത്ത് പറയുന്നത് DK ശിവകുമാർ അടക്കമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇത് അറിഞ്ഞവരാണ്. അതായത് സ്വാഭാവികമായി അറിയുമല്ലോ, ഒരു അപകടം തൊട്ടപ്പുറത്ത് നടക്കുമ്പോൾ ഇവരിത് അറിഞ്ഞവരാണ്. ഈ അറിഞ്ഞിട്ട് പോലും ഈ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഗവൺമെൻറ്റും പോലീസും ഒക്കെ ഈ വലിയ ആഘോഷത്തിന് അനുമതി നൽകിയത് അല്ലെങ്കിൽ അത് അപ്പോൾ അവസാനിപ്പിക്കണമായിരുന്നു. അകത്ത് കയറിപ്പോയി എന്നുള്ളത് കൊണ്ട്, പരിപാടി തുടങ്ങിപ്പോയി എന്നുള്ളത് കൊണ്ട് പടക്കം പൊട്ടിച്ചേ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു എന്നൊരു വാശി പാടില്ലായിരുന്നു. ആൾക്കൂട്ടത്തിന് അവസരം കൊടുത്തു, അവർക്ക് താരങ്ങളെ കാണാൻ അവസരം കൊടുത്തു, അതോടുകൂടി അവിടെ അവസാനിപ്പിക്കണമായിരുന്നു. 11 പേർ മരിച്ചു വീഴുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് മുകളിലൂടെ ആളുകൾ ആംബുലൻസുകൾ പാഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ ഒരു ആഘോഷം നടത്തിയതിൽ ഒരു കാരണവശാലും നീതീകരിക്കാൻ കഴിയില്ല. അതിൽ ടീം മാനേജ്മെൻ്റ് ഉണ്ട്, കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഉണ്ട്, സർക്കാരുണ്ട്, പോലീസുണ്ട്. ഈ 4 സംവിധാനവും ഈ 4 വിഭാഗവും ഇതിനകത്ത് പൂർണ്ണമായ ഉത്തരവാദികളാണ്. BJP പറഞ്ഞവർ വേണമെങ്കിൽ, അത് BJP ആയതുകൊണ്ടല്ല പറയുന്നത്, സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്നാണ്. ഞാനിന്ന് രാവിലെയും പത്രം വായിച്ചപ്പോൾ എനിക്കതാ തോന്നിയത്. സർക്കാർ സ്പോൺസേഡ് കൊലപാതകം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത്, തർക്കമൊന്നുമില്ല. അതിൽ സർക്കാർ മാത്രമല്ല ഈ ആളുകളെ മുഴുവൻ ആവേശത്തിൻ്റെ പുറത്ത് വിളിച്ചു വരുത്തിയ ടീം മാനേജ്മെൻറ്റും അതിൽ ഉത്തരവാദിയാണ്. കാരണം അവരുടെ ആ ഒരു പോസ്റ്റർ ഇന്ന് നമ്മൾ കണ്ടതാണ്. ആ പോസ്റ്റർ നിങ്ങളെല്ലാവരും വിക്ടറി പരേഡിന് വരണം, ഇത് നമ്മ ബംഗളൂരു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ പോസ്റ്റർ പോലും ആളുകളെ സ്വാഭാവികമായിട്ടും ആകർഷിക്കും. ജനം പ്രതീക്ഷിക്കുന്നതാണ്, ഞങ്ങൾ പോകുമ്പോൾ അവിടെ സർക്കാർ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ടാകും, ഞങ്ങൾക്ക് ഇത്ര ഗേറ്റുകളിലൂടെ കടന്നു പോകാൻ കഴിയും. ഇതെല്ലാം നമ്മൾ സർക്കാരിനെ വിശ്വസിച്ചാണല്ലോ ഇറങ്ങി പുറപ്പെടുന്നത്. അങ്ങനെയാണ് ജനം വിശ്വസിക്കുന്നത്. അവരിറങ്ങി പുറപ്പെട്ടു, പക്ഷെ അത് ആരും നിയന്ത്രിക്കാനുണ്ടായില്ല. ഈ ആൾക്കൂട്ടം നിയന്ത്രിക്കാൻ പറ്റിയില്ല എന്നുള്ളത് അത് വിധാനസൗധയുടെ മുന്നിലുള്ള ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. പോലീസ് പറഞ്ഞിട്ട് പോലും കേൾക്കാത്ത തരത്തിലേക്ക് ആളുകൾ അത് മാറി മരത്തിന് മുകളിൽ കയറുന്നു. തീർച്ചയായും വളരെ ആവേശമെന്നല്ല, അത് അമിത ആവേശം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആ രീതിയിലായിരുന്നു ആളുകളുടെ ഉണ്ടായിരുന്നത്. അതിൽ ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്, മാനേജ്മെന്റിനുണ്ട്. അത് മറുപടി പറയേണ്ടി വരും. കാരണം ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. അത് RCB മാനേജ്മെന്റിനെതിരെ ആകട്ടെ, DNA എന്റർടൈൻമെന്റ്സിനെതിരെ ആകട്ടെ, അതോടൊപ്പം ക്രിക്കറ്റ് അസോസിയേഷൻ ആകട്ടെ കേസ് എടുത്തിട്ടുണ്ട്. സർക്കാർ ഉത്തരം പറയണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ റിപ്പോർട്ട് ഹൈക്കോടതിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു 10-ാം തീയതിക്ക് മുന്നോടിയായി മറ്റ് നടപടികളിലേക്ക് കൂടി പോകേണ്ടത്. എനിക്കൊന്ന് പോലീസ് ഈ കേസെടുക്കാൻ കാരണം സർക്കാരിനെതിരെ ഇപ്പോൾ ഹൈക്കോടതി ഒരു റിപ്പോർട്ട് നൽകുമ്പോഴത്തേക്ക് പോലീസ് ഇടപെടുകയാണ്. ഇന്നലെ DK ശിവകുമാർ പറഞ്ഞത് ഐ ഡോണ്ട് ബ്ലെയിം മൈ പോലീസ് എന്നാണ്. പോലീസ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നാണ് ഇന്നലെ ഈ അപകടം നടന്ന അതായത് ഒരു രാത്രി 8 മണിയോട് പറയുന്നത്. ഇന്ന് അദ്ദേഹത്തിന് നിലപാട് മാറ്റേണ്ടി വന്നു, അദ്ദേഹത്തിന് കരയേണ്ടി വന്നു. തീർച്ചയായും അത് തന്നെയാണ്. പോലീസും സർക്കാരും മാനേജ്മെന്റും ക്രിക്കറ്റ് അസോസിയേഷൻ കൃത്യമായി ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. പക്ഷേ നമുക്കറിയാം, വിരാട് കോഹ്ലിയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വിരാട് കോഹ്ലിയുടെ കയ്യിൽ ചോര പതിഞ്ഞു എന്ന തരത്തിലൊക്കെ സൈബർ ഇടങ്ങളിൽ വലിയ ആക്രമണം നടത്തുന്ന ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു താരം വിചാരിച്ചതുകൊണ്ട് മാത്രം ഉണ്ടായ ഒരു അപകടമല്ല ഇത് എന്നതാണ് ന്യൂസ് മലയാളത്തിന് പറയാനുള്ളത്. കാരണം നമുക്കറിയാം, അല്ലു അർജുൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന ഒരു തിക്കിലും തിരക്കിലും ഒരാൾ മരിച്ചാൽ അല്ലു അർജുൻ മാത്രമാണ് അതിൻ്റെ ഉത്തരവാദി എന്ന തരത്തിലേക്ക് ഒരു സർക്കാർ കൊണ്ടുപോയത് നമ്മൾ കണ്ടതാണ്. സമാനമാണ് വിരാട് കോഹ്ലിയിലേക്കും നീളുന്ന ഈ ഒരു ഉത്തരവാദിത്തം മറ്റൊരാളുടെ തലയിലേക്ക് കെട്ടിവെച്ച് കൈ കഴുകുന്ന സമീപനമാണ് സർക്കാരുകൾ ഇപ്പോൾ സ്വീകരിക്കുന്നത്. എന്തായാലും ഈ സർക്കാരിനാകട്ടെ, പോലീസിനാകട്ടെ, മാനേജ്മെൻറ്റിനാകട്ടെ ഈ വിഷയത്തിൽ ഉത്തരം പറയേണ്ടി വരും. ആ നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. സ്പോർട്സ് ടോക്ക് പൂർണ്ണമാകുന്നു. നമസ്കാരം.